5 മാർക്ക് ഷോട്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ തിയേറ്റർ ക്ലാപ്പിന് വേണ്ടിയിട്ട് ഒരു സീൻ ഉണ്ടാക്കുന്നു. ഞാൻ ലിറ്ററലി ഇത് മാർക്ക് ചെയ്തത് തിയേറ്ററിൽ ആളുകൾ ബ്ലാസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ സിൽവയോട് പറയുന്നത്. അത് തന്നെയായിരിക്കും സിൽവ ലാൽ സാറിന്റെ ഒരിക്കലും പറയുന്നത്. വൺസ് ലാൽ സാർ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തിയേറ്റർ ബ്ലാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിന് എത്രയോ 10 ഇരട്ടി മേളിൽ ലാൽ സാറെ ജമ്പ് ചെയ്തിരിക്കുന്നു. റോപ്പൊന്നും ഇല്ല ആ സീനിന്. സാധാരണ റോപ്പും പരിപാടിയിൽ കെട്ടിട്ടാണ്, ഇത് റോപ്പും ഇല്ല. അപ്പം ഞാൻ ആക്ച്വലി റോപ്പ് യൂസ് ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. സാർ അങ്ങനെ ചിലപ്പോൾ റോപ്പ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ റബ്ബ് ചെയ്ത് ഞാൻ ആ സീൻ എടുക്കാൻ നേരത്ത് സ്റ്റൻസിൽ അവർ പണിങ്ങ സാർ പറ്റില്ല, എவ்வளோ പണിയെടുക്കും, ഇത് കണ്ടിപ്പോൾ പണിങ്ങ സാർ, ഞങ്ങൾ സേഫായിട്ട് ചെയ്യണം. എന്നാ സാർ നമ്മൾ അതും സിൽവ ഒരുപാട് നാളായിട്ട് സാറോട് വർക്ക് ചെയ്യുന്ന സാറിൻ്റെ ഒരു പൾസ് അറിയാം. ഞാൻ ആദ്യത്തെ ബിനുവിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് എറിഞ്ഞു. അപ്പോൾ ചില്ലൊക്കെ പൊട്ടിച്ച് അവിടെ മൊത്തം ചില്ലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അടുത്ത സാറിന് ജമ്പാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സാർ ക്ലീൻ ചെയ്ത് സാർ ചാടി നിൽക്കുമ്പോൾ സാറിൻ്റെ കാലൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ മോണിറ്ററിൻ്റെ ബാക്കിൽ പോയി നിന്ന് ജമ്പ് എന്തായത് കൊണ്ടേ പുള്ളി ഇത് കുത്തി ചാടി പുറത്തേക്ക് വരും എന്നുള്ളതല്ലോ. ഇത് അതിനപ്പുറത്തേക്ക് ഒരു കൈ കൊണ്ട് കുത്തി ഒരു കാലിങ്ങനെ പൊക്കുമ്പോൾ മുണ്ടടക്കം പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ റാ പോലെ കറങ്ങുന്ന ഫീൽ. അതൊന്നും നമുക്ക് ഒരു ഡയറക്ടർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടർക്കും അങ്ങനെ മുണ്ടൊന്നും അങ്ങനെ റാ പോലെ വരാനൊന്നും ഇതങ്ങനെയല്ല. നമ്മൾ ഫാൻ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര വട്ടം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ. കാരണം കൈ കുത്തി ഒരു കാലത്ത് അപ്പുറത്തേക്ക് ചാടുമ്പോൾ ഈ മുണ്ടടക്കം ഇങ്ങനെ പറന്ന് വന്ന് റാ ഷേപ്പിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമായിട്ട് വന്ന് ലാൽ സാർ വന്നിങ്ങനെ നിന്നതും ഷാജി ചേട്ടൻ ക്യാമറ കൊണ്ട് ചാർജ് കൊണ്ട് കൊടുക്കുകയും ആ ഒരു ബ്ലോവറിൽ നിന്ന് വന്നൊരു ചെറിയ കാറ്റിൻ്റെ ഇതിൽ ലാൽ സാറിൻ്റെ മുടിയടക്കം ഇളകി ആ നിൽക്കുന്ന നിപ്പിൽ അതാണ് ഓറ. ഒറ്റ അതിനപ്പുറത്തേക്ക് ടേക്ക് ഇല്ല.